ഒരുപാട് വിവാദങ്ങൾ പലരുടെയും വരുന്നുണ്ട്. ആരോടും പറയാനും പറ്റില്ല. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അയാളെ ഒരു പാർട്ടിയുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടേണ്ടതുണ്ടോ? ഒരാൾ നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ ഒരാൾ ഇല്ലാതായി പോകുമ്പോഴും പാർട്ടി നിലനിൽക്കുമെന്നും ഇതിൻ്റെയൊക്കെ ഒരു ഒഫൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീവൻസിൻ്റെയോ ഒരു ക്രിമിനാലിറ്റിയുടെ ഒന്നും പിന്നെ ഒരു അളവെടുക്കാൻ ഇവിടുത്തെ കോടതിയോ നിയമമോ സംവിധാനങ്ങളോ ഉപയോഗിക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നറേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു ഗ്രാവിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്രിപ്പുള്ള ഒരു ആർഗ്യുമെന്റിലേക്ക് ഈ സാധനം തുടക്കത്തിൽ തന്നെ അത്തരം വിഷയങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളല്ല പാർട്ടി. അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് PR വർക്ക് നടത്തിയത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് പാർട്ടിയുടെ തലപ്പത്തേക്ക് ഭരണമില്ലാത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിനെ പരിഗണിക്കാൻ കഴിയുക? തീർച്ചയായും അദ്ദേഹത്തെ അത്തരത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. ഈ 2016 ശേഷം പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരും, അതങ്ങ് വാങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ ബോധം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് ഞാൻ പറയുമ്പോൾ പിണറായി വിജയൻ ആവണ്ട എന്ന് വിചാരിക്കുന്ന സാമാന്യ ജനം ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരാൾ ഹൃദ്രോഗം വന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് 7 ദിവസം നിലത്ത് കിടത്തുകയാണ് ഒരാളെ. 7ാമത്തെ ദിവസം മരിക്കുകയാണ്. നമ്മുടെ വീട്ടുനികുതി അടക്കം കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇനി കേരളത്തിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൺകുട്ടികൾ ഭരിക്കും എന്നുള്ളത്, അതിൽ ഒരു സ്ത്രീ വിരുദ്ധത കാണുന്നുണ്ടോ? പെട്ടെന്ന് നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. RSSന്റെ അജണ്ടകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതില്ല, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പോകേണ്ടതില്ല എന്നുള്ളത് കണിശമായിട്ടുള്ള തീരുമാനമാണ്. 2026 കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവ് വേൾഡ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സോയ ജോസഫാണ്. വെൽക്കം. താങ്ക് യു. അപ്പം ഇലക്ഷനൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കാണല്ലേ? ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ. ടീച്ചിങ് ആണല്ലോ പ്രൊഫഷൻ. ടീച്ചിങ്ങും പൊളിറ്റിക്സും രണ്ടും നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അധ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ പാഷനും അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ളൊരു തൊഴിൽ തന്നെയാണ്. അപ്പോൾ തൊഴിൽ നിർബന്ധമായിട്ടും എല്ലാ കാലത്തും ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ മുതൽ സ്ഥിരമായി തൊഴിൽ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് തൊഴിൽ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് പബ്ലിക്കിനോട് ഇടപെടാൻ കഴിയുന്ന, അവരോട് സംസാരിക്കാൻ കഴിയുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന, മനുഷ്യരെ കാണാൻ കഴിയുന്ന, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനൊക്കെ കഴിയുന്ന ഒരു സ്പേസ്. അതിനൊരു ജോബായിട്ടോ അങ്ങനെയല്ല ഒരു ഘട്ടത്തിലും അത്തരത്തിൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് അതുകൊണ്ടുകൂടിയാണ്. കാരണം അത്തരത്തിൽ അതിൽ ഇൻവോൾവ് ചെയ്യപ്പെടേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും അതിനൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിലേക്ക് പലപ്പോഴും നമുക്ക് പോകേണ്ടി വരിക. മനസ്സിലായി. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് പോകേണ്ടതില്ല. കുറെ കൂടെ വിദ്യാഭ്യാസം നേടാനും തൊഴിൽ നേടാനും, വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം തൊഴിലുകൾ, ഇപ്പം ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാ മനുഷ്യർക്കും അധ്വാനിക്കാൻ തയ്യാറുള്ളവർക്കൊക്കെ തൊഴിൽ നേടാൻ കഴിയുന്ന അത്തരത്തിലൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ മാമിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജനസേവനം എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക്, ഞാൻ പറഞ്ഞു ജനസേവനം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഞാനിതെന്തോ അല്ലേ, നമ്മൾ അങ്ങനെ ഒരു പ്യുവർ സോഷ്യൽ സർവീസ് ആണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അതങ്ങ് ഉൾക്കൊള്ളാനൊന്നും കഴിയില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ച് ആളുകളെ കാണുക, സംസാരിക്കുക, പിന്നെ ഒരു പബ്ലിക്കിനെ, ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം കൂടിയാണ്. അത് ജനസേവനവും അതിനോടൊപ്പം തന്നെ അത്തരത്തിൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളും എന്നുള്ളതുകൊണ്ട്. ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷൻ ഒക്കെ നടക്കുകയാണ്, അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ട് നേരത്തെ പറയുന്നത് ഒരു കർട്ടൻ റൈസർ തന്നെയാണ്. കേരളത്തിൽ വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കർട്ടൻ റൈസർ തന്നെയായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. വളരെ ഏറ്റവും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനുഷ്യർ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവർ മത്സരിക്കുകയും സ്ഥാനാർത്ഥികളാവുകയും ജയിക്കേണ്ടി വരികയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ അതിനെ നയിക്കേണ്ട ആളുകളൊക്കെ ആയി മാറുന്ന നേതാക്കന്മാർ ജനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പൊക്കെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം വലിയ രീതിയിലുള്ള അൺട്രസ്റ്റ് കേരളത്തിലുണ്ട്. ഒരു ആൻറ്റി ഇൻക്യുബൻസി
വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് തീർച്ചയായും റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വിലക്കയറ്റം ഉൾപ്പെടെ ഏറ്റവും ഒടുവിലുള്ള ശബരിമല വിഷയം ഉൾപ്പെടെ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. നമ്മൾ ഇത്തവണ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചെറുപ്പക്കാരും സ്ത്രീകളും ഒരുപാട് ഇതുവരെ കണ്ടത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്. എന്തായിരിക്കും ഒരു മാറ്റത്തിനുള്ള കാരണം? സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പകുതി ശതമാനം സ്ത്രീകളാണ്, അതായത് നിയമപ്രകാരം സ്ത്രീകളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിലേക്കാൾ ഒരു പുതിയ ട്രെൻഡ് വന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സീറ്റുകളിൽ ധാരാളം സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കണക്കുകളൊക്കെ ഇപ്പൊ അടുത്ത് പുറത്തു വന്നിരുന്നു. അതായത് എത്ര സ്ത്രീകളാണ് ജനറൽ സീറ്റുകളിൽ. 50% കഴിഞ്ഞ് ജനറലായിട്ട് പുരുഷന്മാർക്ക് മത്സരിക്കേണ്ട സീറ്റുകളിലേക്ക് കഴിഞ്ഞ തവണ ജയിച്ച് അല്ലെങ്കിൽ 2-3 തവണയൊക്കെ ആയിട്ട് മെമ്പർമാരായിരിക്കുന്ന സ്ത്രീകൾ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം പലയിടങ്ങളിലുണ്ട്. അപ്പോൾ അത് 50% കടക്കുന്ന ഒരു കാര്യമൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. അത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറേ കാലം 100% പുരുഷന്മാരുണ്ടായിരുന്ന ഇടങ്ങളിലേക്ക് 50%-ലധികമെങ്കിലും സ്ത്രീകൾ വരുന്നത് നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ ജനപ്രതിനിധികളാകുന്ന സ്ത്രീകൾ വളരെ എഫക്റ്റീവായിട്ട്, താഴെത്തട്ടിൽ വളരെ എഫക്റ്റീവായിട്ട് സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. എല്ലാ തട്ടിലും സ്ത്രീകൾ വർക്ക് ചെയ്യും, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അധികാരം ലഭിക്കുന്ന ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ അവരുടെ ഒരു എഫക്റ്റീവ്നെസ്സിൻ്റെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സർവേ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും കേരളത്തിലെ സ്ത്രീ ജനപ്രതിനിധികൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ 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 പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. തുടർഭരണം ഉണ്ടാവാനായിട്ടുള്ള എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്? സാധ്യതകളുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇവര് 2016 ശേഷം പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യർ കാണുന്നുണ്ട്. അവര് പറഞ്ഞു വെക്കുന്ന, ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ശബരിമല വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ വിലക്കയറ്റം, ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടി, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആ 10 കൊല്ലത്തെ വിലക്കയറ്റത്തിൻ്റെ തോതൊന്ന് പഠിക്കണം, അതൊന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നികുതിയിലുണ്ടായ വലിയ വർധനവ്, വെള്ളക്കരം, വൈദ്യുതിക്കരം ഉൾപ്പെടെ നമ്മുടെ വീട്ടുനികുതി അടക്കം കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 200 രൂപ തരുന്നത്, 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 200 രൂപ കൂട്ടിക്കൊടുത്ത് ഇത് ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു മോശപ്പെട്ട ജനാധിപത്യത്തിൽ ഒരു മോശപ്പെട്ട പ്രവണതയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ ബോധമില്ലായ്മയിലേക്ക് നാട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ആ ഒരു രീതിയെ പരീക്ഷിക്കാൻ വേണ്ടി പിണറായി വിജയനും ആളുകൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരും, അതങ്ങ് വാങ്ങി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ധാർഷ്ട്യത്തെ അംഗീകരിക്കാൻ ഇവിടുത്തെ ജനാധിപത്യ ബോധം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പൂർണ്ണമായിട്ടും പറയാനുള്ളതും വിശ്വസിക്കുന്നത്. അത്തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ എന്തായാലും ജനങ്ങൾ മാറി ചിന്തിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും മാറി ചിന്തിക്കും. കാരണം അത്രയേറെ ഞാൻ ഓരോ വിഭാഗത്തെടുത്ത് പറയുമ്പോൾ, ഇപ്പം ലഹരിയിൽ പെടുന്ന കുഞ്ഞുങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ, ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു യങ് ജനറേഷനെ പറ്റി നമ്മൾ പറയുമ്പം, ഇപ്പം ഇപ്പോൾ കോളേജുകളിലടക്കം നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും നമ്മൾ തൊഴിലിൻ്റെ കാര്യത്തിലാവട്ടെ, അല്ലെങ്കിൽ ഇപ്പം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളും എടുത്ത് പഠിക്കുമ്പോൾ, അപ്പോൾ അത് സഹകരണ മേഖലയിൽ ഇപ്പോൾ കരുവന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പാണ് സഹകരണ മേഖലയിൽ. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർത്ത ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സഹകരണ മേഖലയോട്ട്, ആരോഗ്യരംഗത്തെ പറ്റി കഴിഞ്ഞ 1 മാസത്തെ കണക്ക് മാത്രം മെഡിക്കൽ അനാസ്ഥ കൊണ്ട് മരിച്ചു പോകുന്ന എത്രയോ ആളുകൾ. നിങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ശിവപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി കൈ ഒന്ന് വീണിട്ട് മുറിവ് പറ്റി ആശുപത്രിയിലേക്ക് പോയതാ. കൈ മുറിച്ചു കളഞ്ഞാണ് വീട്ടിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു പെൺകുട്ടി 9 വയസ്സുകാരി ഒരു ജീവിതം മുഴുവൻ കൈയില്ലാത്തവളായി ജീവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് എത്രത്തോളം മോശപ്പെട്ടതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ തലയോലപ്പറമ്പിലെ ബിന്ദു 12-ാം വാർഡ് തകർന്നു വീണ് മരിക്കുന്നു. ഫർഷീനയുടെ വയറ്റിൽ കത്രികയുമായി എത്രയോ കാലം അവർ മുന്നോട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പന്മനയിലെ വേണു എന്ന് പറയുന്ന ഒരാൾ ഹൃദ്രോഗം വന്ന് മെഡിക്കൽ കോളേജിൽ പോയിട്ട് 7 ദിവസം നിലത്ത് കിടത്തുകയാണ്. ഒരാളെ നിലത്ത് തറയിൽ കിടത്തുകയാണ് 7 ദിവസം. 7ാമത്തെ ദിവസം മരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള എല്ലാ സിസ്റ്റവും, ഞാനത് ഓരോന്നെടുത്ത് പറയില്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാവട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാവട്ടെ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളൊരു കാലത്താണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ സിസ്റ്റവും തകരാറിലാക്കിയ ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഭരിക്കുന്നത്. ഇത്തരം സിസ്റ്റങ്ങളെ ഇനി റെജുമിനേറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് തന്നെ
വരുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ വലിയ രീതിയിൽ വരുത്തി വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള തിരിച്ചടവുകൾ, കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള തിരിച്ചടവുകൾ വരുമ്പോൾ വലിയ ബാധ്യതയാണ് സർക്കാരിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കടക്കണിയിലാക്കിയ, മനുഷ്യരെ വലിയ ബാധ്യതയിലാക്കിയ ഒരു സർക്കാരിനെ പിഴുതെറിയുക എന്നുള്ളത് മനുഷ്യരെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. പൊതുബോധം ചിന്തിക്കേണ്ട ഒരു വികാരമായി മാറേണ്ട കാര്യമാണ്. സോയ ജോസഫ് എന്ന യൂത്ത് കോൺഗ്രസ്സുകാരി ഈ കോൺഗ്രസ് എന്ന ഒരു ഒറ്റ വികാരത്തിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ആളാണോ, അതോ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? അല്ല, നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഏതെങ്കിലും, നിങ്ങൾ എൻ്റെ പ്രൊഫൈലുകളോ, ഞാൻ എൻ്റെ പബ്ലിക് പ്രൊഫൈലിൽ നിൽക്കും, അത് ഞാനൊരു മോശം കാര്യമാണെന്നോ നല്ല കാര്യമാണോ എന്നുള്ള രീതിയിലല്ല പറഞ്ഞു വെക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റിക്സിൽ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ യാദൃശ്ചികമായി പൊളിറ്റിക്സിലേക്ക് വന്ന ഒരാളാണ്. ഒരു കോളേജ് യൂണിയൻ ഭാരവാഹിയായി വരേണ്ട സാഹചര്യം വന്നു. പിന്നീട് ജില്ലാ സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസിലേക്ക് മത്സരിച്ചും ഒക്കെ അത്തരത്തിലൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ബാക്കപ്പ് ഒന്നും എന്നെ സംബന്ധിച്ച് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ടാണ് ഞാനത് പറയുന്നത്. നാളെ ആർക്കെങ്കിലും അത്തരത്തിൽ പിന്നെ നിഷേധിച്ച് പറയാൻ കഴിയുമെങ്കിൽ അതിന് ഞാനതൊരു മോശം കാര്യമായിട്ടല്ല കേട്ടോ. അതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആരാധന തോന്നുന്ന നേതാക്കന്മാരുണ്ടാകാം, നിങ്ങളെ സംരക്ഷിക്കുന്ന ആളുകളുണ്ടാകും. സംരക്ഷിക്കപ്പെടുന്നത് നല്ലത് തന്നെയാണ്. അതിനാണല്ലോ മുതിർന്ന നേതാക്കൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ കൊണ്ടുപോകേണ്ടത് പിന്നെ ഒരു പാർട്ടിയുടെ സിസ്റ്റത്തിനകത്ത് വേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ആരോഗ്യകരമായിട്ടുള്ളൊരു ട്രെൻഡായി എല്ലാ കാലത്തും മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. മനസ്സിലായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ സമയത്ത് പാർട്ടിയുടെ തലപ്പത്തേക്ക് പറഞ്ഞിരുന്ന 1-2 പേരിൽ ആണ് ഒന്ന് സോയ ജോസഫും പിന്നെ അരിത ബാബുവും. അപ്പോൾ ശരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ടിയിൽ ഒരു ടോപ്പിൽ എത്തണം എന്നുള്ളൊരു രീതി? അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോഴൊന്നും അത്തരത്തിലുള്ള ഒരു ചിന്തയിലൂടെയൊന്നും അല്ല നമ്മൾ വരുന്നത്. നമ്മൾ അത്തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ഞാൻ ജനറൽ സെക്രട്ടറി ആവാൻ വേണ്ടി മത്സരിച്ച് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ്. അത്തരത്തിലൊരു പ്രസിഡൻഷിപ്പിലേക്ക് മത്സരിച്ച ഒരാൾ പോലും അല്ല. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിട്ട് ഒരുപാട് കാലമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 25-ലും അല്ലെങ്കിൽ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ആനി ബെസന്റിനെയും സരോജിനി നായിഡുവിനെയും ഒക്കെ അധ്യക്ഷയാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം പോലെയുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി പ്രസിഡന്റ് ആവുന്നത് വളരെ പിന്നെ സന്തോഷത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അത് ശരിയായിട്ടുള്ളൊരു വാദമായിരുന്നു എന്നുള്ളതിനും തർക്കമില്ല. പക്ഷെ അതിൽ ഒരുപാട് ഘടകങ്ങൾ ഒക്കെ പരിശോധിക്കപ്പെടും. നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടിട്ടാണല്ലോ. അല്ലെ, കാലാകാലങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട്. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള അടിയും തല്ലൊക്കെ കൊണ്ടിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് കെ യു ജനീഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പ്രസ്താവനയോട് എന്താ പറയാനുള്ളത്? അല്ല, പാർട്ടി കുറെ കൂടെയൊക്കെ പരിഗണിക്കണം. എല്ലാ മേഖലയിലും കുറച്ചുകൂടെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കാരണം കഴിഞ്ഞ ഒരു 10 വർഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പലപ്പോഴും 5 വർഷം കഴിയുമ്പം സ്വാഭാവികമായിട്ടും ഓൾട്ടർനേറ്റീവ് ഗവൺമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ പതിവിന് വിപരീതമായി 2 തുടർഭരണം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേസുകളുടെയൊക്കെ ട്രയലും അതിൻ്റെ പ്രയാസങ്ങളും ജയിൽവാസങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളും ഒക്കെ വഴി കഴിഞ്ഞ ഒരു 10 കൊല്ലം അല്ലേ, ഒരു 25 വയസ്സായുള്ള ആൾക്ക് 35 വയസ്സായി. അയാൾ ആ 10 വർഷത്തിനുള്ളിൽ എടുത്ത അയാളുടെ ഒരു എഫേർട്ടും കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടേണ്ടതുകൊണ്ട് അതിന് കുറെ കൂടെ കരുതലോടുകൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം സിസ്റ്റം ഉണ്ടാവണം. കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് കോൺഗ്രസ് ഇനി കേരളത്തിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൺകുട്ടികൾ ഭരിക്കും എന്നുള്ളത്. അതിൽ ഒരു സ്ത്രീ വിരുദ്ധത കാണുന്നുണ്ടോ? അതിലൊരു സ്ത്രീ വിരുദ്ധതയുടെ ഞാൻ ആ പ്രസന്റ്ലി അല്ലെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത്തരത്തിലൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ്നെസ് ആ സ്റ്റേറ്റ്മെന്റിലുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് അദ്ദേഹം പെട്ടെന്ന് ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് എന്നൊക്കെ പറയുന്നല്ലോ, അതുപോലെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അങ്ങനെ ഒരു പിന്നെ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സങ്കുചിതമായ ചിന്തകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തോട്ട് പ്രോസസ്സിലൂടെയോ കടന്നു പോകുന്ന ഒരാളല്ല. പക്ഷേ കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം നിങ്ങളുടെ തലച്ചോറിൽ കുറേ ബോധ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ബോധ്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. അല്ലാതെ അതിലൊരു അത്ര വലിയ സ്ത്രീ വിരുദ്ധതയുടെ വലിയ ഘടകമൊന്നും അതിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കുറേ കൂടെ ജാഗ്രതയോടുകൂടെ തന്നെ, കാരണം പുതിയൊരു കാലം ഇതാണ്. പഴയതുപോലെ എല്ലാ കാലത്തും പണ്ടൊക്കെ ഭർത്താവ് പറഞ്ഞു വോട്ട് ചെയ്തു, അച്ഛൻ പറഞ്ഞു വോട്ട് ചെയ്തു, അങ്ങനത്തെ ഒരു കാലമല്ല, മാറി. ഞാൻ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന്
ഓരോ സ്ത്രീയും തീരുമാനിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ത്രീകളുണ്ടോ, സ്ത്രീകളെ പരിഗണിക്കപ്പെട്ടോ, സ്ത്രീകൾ ജയിക്കുന്നുണ്ടോ, സ്ത്രീകൾ മന്ത്രിയാവുന്നുണ്ടോ, സ്ത്രീകൾ മുഖ്യമന്ത്രിയാവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ജനറേഷൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളെ പരിഗണിക്കുന്ന മനുഷ്യരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരോഗമനപരമാകാൻ ഒരു അവസരം കൂടെ പൊതുസമൂഹം നൽകുകയാണ്. അപ്പോൾ അത് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ആ വിളിക്ക് ഉത്തരം കേൾക്കേണ്ടവരാണ്. ആ ഉത്തരം കൊടുക്കും തോറും ഒരു പൊതുസമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അത് കോൺഗ്രസ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർക്ക് കുറെ കൂടെ പുരോഗമന പ്രസ്ഥാനമാകാൻ കഴിയും. അത് കുറെ കൂടെ മനുഷ്യത്വപരമാണ് എന്ന് കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഈ PM ശ്രീയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ കോൺഗ്രസ് കേരളത്തിലെ CPM-നെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നടപ്പാക്കുന്നില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് പിന്നെ ചില സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം പറഞ്ഞത്. അപ്പം കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ രീതിയിൽ വികസിച്ചിട്ടുള്ളൊരു ഇടമാണ്. അത് ഇപ്പം 16-ന് ശേഷം ഉണ്ടായതാണെന്നൊക്കെ CPM-കാർ പറഞ്ഞു വെക്കുമെങ്കിലും അത് കാലാകാലങ്ങളിലായി കേരളം ഭരിക്കുന്ന സർക്കാരുകളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റവും മുന്നേറ്റവും ഒക്കെ. അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വലിയ, കാരണം ഏകദേശമൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്ന, ഇവർ പണം കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മളിവിടെ ഓൾറെഡി ഫിനിഷപ്പ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇപ്പം നോർത്ത് ഇന്ത്യ പോലെയുള്ള ചില സ്ഥലങ്ങൾ അതും പലതും അതും വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അത് രാജസ്ഥാനിലാവട്ടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്, ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ആയിരുന്നപ്പോഴല്ല അത് ഒപ്പിട്ടത്, അതിന് മുൻപ് കോൺഗ്രസ് സർക്കാർ വരുന്നതിന് മുൻപ് ഒപ്പിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും പിന്നീട് തുടർന്ന് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായി. പിന്നെ കർണാടകയും ഉൾപ്പെടെ തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള സാഹചര്യം നോർത്ത് ഇന്ത്യ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കുറേ കൂടെ മോശം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇടങ്ങളിലൊക്കെ അത്തരം പദ്ധതികൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസ് വളരെ നിശിതമായി തന്നെ, അത് പിന്നെ AICC വളരെ നിശിതമായി തന്നെ ഇത്തരം RSSൻ്റെ അജണ്ടകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതില്ല, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പോകേണ്ടതില്ല എന്നുള്ളത് കണിശമായിട്ടുള്ള തീരുമാനമാണ്. ഇപ്പോൾ ഇവിടെ ഇവരിതൊക്കെ പുറമേ കർലേക്കറുമായി വലിയ യുദ്ധം SFI തെരുവിൽ നടത്തുകയും അപ്പുറത്ത് ശിവൻകുട്ടി പോയി ഒപ്പിടുകയും ഇതൊക്കെ ന്യായീകരിച്ച് പച്ച തൊടാതെ വിഴുങ്ങേണ്ടി വരുന്ന SFI-കാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെക്കണമല്ലോ, അത്തരത്തിലുണ്ടാകുന്ന നെറേറ്റീവുകളാണ് ഇതൊക്കെ. അതെ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 2026 100 സീറ്റുകളോടുകൂടി തന്നെ കോൺഗ്രസ് ഇവിടെ വിജയിക്കും എന്നുള്ളത്. അപ്പോൾ ഈ നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ആ ഒരു ഗ്രൂപ്പ് പോരുകളെല്ലാം അതിനൊരു വിലങ്ങുതടിയായോ ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത്തരത്തിലൊരു പിന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ ബൈ ഇലക്ഷനുകളിലൊക്കെ എത്ര ഒറ്റക്കെട്ടോടു കൂടിയാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്ന് നിങ്ങളൊക്കെ കണ്ടതാണ്. ഒരു പൊതുസമൂഹം വളരെ ഭംഗിയായി കണ്ടതാണ്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ഇതൊന്നുമില്ല എന്ന് ഞാനിവിടെ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പൊതുസമൂഹത്തിന് അറിയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ അതിനൊക്കപ്പുറത്തേക്ക് പാർലമെന്ററി പൊളിറ്റിക്സിൽ ഭരണം പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് എൻ്റെ പ്രൈം കൺസേൺ ആണ്. ആ പ്രൈം കൺസേണിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് നിലമ്പൂരിലും അല്ലെങ്കിൽ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലൊക്കെ കണ്ടതുപോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ശശി തരൂരിനെ പോലെ ഒരു ശക്തനായ ഒരു നേതാവിന് ഇവിടെ ഒരു അർഹിച്ച സ്ഥാനം കിട്ടുന്നുണ്ടോ? അല്ല, അതൊരു പാർട്ടിയുടെ ഒരു ബൈൻഡിങ് ആണ്. നമ്മൾ പിന്നെ കേന്ദ്രത്തിൽ എത്രയോ നാളുകളായി ഭരണത്തിലില്ലാത്തൊരു പാർട്ടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനിപ്പം നമുക്ക് കൊടുക്കാൻ കഴിയുന്ന, കോൺഗ്രസിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള എല്ലാ, കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടി പൊസിഷൻസ് ഏറ്റവും ഉന്നതമായിട്ടുള്ള പാർട്ടി പൊസിഷൻസ് കൊടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കാൾ എത്രയോ കാലം സീനിയറായി പാർട്ടിയിൽ പ്രവർത്തിച്ച ആളുകൾ അദ്ദേഹത്തെക്കാൾ പാർട്ടി പൊസിഷനിൽ താഴെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊന്നും അത്തരത്തിൽ പരാതി പറയുകയോ മുന്നോട്ട് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ഭരണം ഇല്ലാത്ത സാഹചര്യം, ഭരണമുള്ള സാഹചര്യത്തിൽ അതിനൊക്കെ അനുസരിച്ച് പരിഗണിക്കപ്പെട്ടിരുന്നു. ഭരണമില്ലാത്ത സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിനെ പരിഗണിക്കാൻ കഴിയുക? തീർച്ചയായും അദ്ദേഹത്തെ അത്തരത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. പലപ്പോഴും സ്വന്തം നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആള് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഒരു പാർട്ടിയിൽ ഒരു കണ്ണിൽ കരടായിട്ട് എപ്പോഴെങ്കിലും മാറാറുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ഈസ് വെരി ഡിഫറെൻറ്റ്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് പലപ്പോഴും അതിൻ്റെ ഒരു കൊളീഷൻ വരികയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമുക്ക് CPM-കാരോട് മിണ്ടാത്ത നേതാക്കന്മാരോട് വലിയ ആരാധനയുള്ള ഒരു നാടൊക്കെയാണ് അല്ലേ? അത് വേറൊരു കോൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് ആണ്. കാരണം വളരെ സ്ട്രിക്റ്റ്, എന്താ പറയുക, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് ഓരോ രാഷ്ട്രീയ പാർട്ടി. മനുഷ്യർക്കിടയിൽ നിങ്ങൾ ആത്യന്തികമായും അവസാനമായും
പിന്നെ രാഷ്ട്രീയ മനുഷ്യനാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില ധാരണയുണ്ടാവും. ചില മനുഷ്യർ അങ്ങനെയല്ലാതെ കാണുന്നവരുണ്ടാവും. അദ്ദേഹം കുറെ കൂടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അത്തരം പ്രസ്താവന ഒരു പാർട്ടിയോടുള്ള ഒരു അവമതിപ്പോ അല്ലെങ്കിൽ മറ്റൊന്നിനോടുള്ള അഭിനിവേശമോ ഒന്നുമല്ല അതിൽ കാണേണ്ടത്. ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകുമെന്ന് പല പല അഭിപ്രായങ്ങളുണ്ട്. മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരായിരിക്കും യോഗ്യനായിട്ടുള്ള ഒരാൾ? ഞാൻ പറയുമ്പോൾ പിണറായി വിജയൻ ആവണ്ട എന്ന് വിചാരിക്കുന്ന സാമാന്യ ജനം ഇവിടെ ഉള്ളിടത്തോളം കാലം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ വളരെ കൃത്യമായി അല്ലെങ്കിൽ അത്തരം ഒരു ഫോർമുലയിലേക്കൊക്കെ കാര്യങ്ങൾ അവസാന സമയത്തേക്ക് മാറും എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊക്കെ അതൊക്കെ അതിന്റെ സമയമായി വരുമ്പോൾ അതൊക്കെ ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ്. അതെ, തുടർച്ചയായിട്ട് ഒരുപാട് വിവാദങ്ങൾ പലരുടെയും വരുന്നുണ്ട്, ഒരുപാട് സ്ക്രീൻഷോട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു യൂത്ത് നേതാക്കളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ഇവിടുത്തെ വിജയസാധ്യതയെ എങ്ങനെയെങ്കിലും ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ വളരെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അയാളെ ഒരു പാർട്ടിയുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ആത്യന്തികമായ ഒരു ക്വസ്റ്റ്യൻ. അയാൾക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അയാൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലേക്ക് പെടുന്നതല്ല എന്നുള്ളത് വളരെ കൃത്യമായി പാർട്ടി പറയുകയും അതിനുള്ള മുഴുവൻ സംവിധാനങ്ങളിൽ നിന്നും അയാൾ ഒഴിവായി പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം അതൊക്കെ വളരെ പേഴ്സണലായി ഒരാൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഒരു ഒഫൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീവൻസിൻ്റെയോ ഒരു ക്രിമിനാലിറ്റിയുടെ ഒന്നും പിന്നെ ഒരു അളവെടുക്കാൻ ഇവിടുത്തെ കോടതിയോ നിയമമോ സംവിധാനങ്ങളോ ഉപയോഗിക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നരേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു ഗ്രാവിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്രിപ്പുള്ള ഒരു ആർഗ്യുമെൻറ്റിലേക്ക് ഈ സാധനം ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇന്ന് പോലും ഇതിങ്ങനെ പറഞ്ഞു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ അത്തരം വിഷയങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരാളല്ല പാർട്ടി. ഒരാൾ നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ ഒരാളില്ലാതായി പോകുമ്പോഴും പാർട്ടി നിലനിൽക്കുമെന്നും ഇതിൽ ഒരുപാട് മനുഷ്യർ നിരന്തരം പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ഇതിൽ ധാരാളം മനുഷ്യരുണ്ട്. അപ്പോൾ അത് വ്യക്തികൾക്കപ്പുറത്തേക്ക് പാർട്ടി എന്ന് പറയുന്നത് ഒരു ഹോൾ കോൺസെപ്റ്റായിട്ട് നമ്മളൊരു ഓർഗാനിക് കോൺസെപ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയം എല്ലാം നമ്മൾ കുറേ സംസാരിച്ചു. പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ടീച്ചിങ്ങും ഈ ഒരു രാഷ്ട്രീയവും എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഒരു ഫാമിലിയുടെ ബാക്ക് സപ്പോർട്ടും കൂടി വേണം. എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട്? സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പിന്നെ ഒരുമിച്ചിട്ടുള്ള ഒരു തീരുമാനം തന്നെ അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നമുക്കിത് ചെയ്തു പോകാൻ കഴിയുക. വളരെ ചെറിയ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇവരെ നോക്കുക എന്ന് പറയുന്നതൊക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങളും വീടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇങ്ങനെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സ്ട്രെയിനും ഉണ്ട്, വളരെയധികം സ്ട്രെയിനുണ്ട്. കാരണം ഒരു സ്ത്രീയുടെ പൊതുപ്രവർത്തനം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ എപ്പോഴും വേദികളിൽ ചെല്ലുമ്പോൾ പറയും, പുരുഷന്മാർ രാവിലെ ചായയും കുടിച്ച് യോഗയും ചെയ്ത് പത്രം വായിച്ച് നിങ്ങൾ 10 മണിക്ക് ഒരു സ്റ്റേജിൽ എത്തുന്നത് പോലെ ഒരു സ്ത്രീക്ക് എത്താൻ കഴിയില്ല. ആ സ്ത്രീ അന്ന് 10 മണിക്ക് എത്തണമെങ്കിൽ രാവിലെ സ്വല്പം നേരത്തെ എഴുന്നേൽക്കുകയും കുഞ്ഞുങ്ങളെ നോക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും വീട് വൃത്തിയാക്കുകയും ഒരുപക്ഷെ പത്രം വായിക്കാനോ യോഗ ചെയ്യാനോ ചായ കുടിക്കാനോ അന്നത്തെ വിശേഷങ്ങൾ അറിയാനോ ഒന്നും നേരമില്ലാതെ ഒരു സ്റ്റേജിലേക്ക് കിതച്ചെത്തുന്ന ഒരു സ്ത്രീക്ക് ഒരു സീറ്റ് കൊടുക്കുക എന്നുള്ളതൊരു സ്വാഭാവിക ധാർമ്മികതയാണ്. അത് നിർബന്ധമായും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അപ്പം അത്തരത്തിലൊക്കെ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനും പരിഗണിക്കാനും അഭിമാനത്തോടു കൂടെ തന്നെ അവൾക്ക് അവിടെ തലയുയർത്തി പിടിച്ച് നിൽക്കാനുള്ള സംവിധാനം ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണോ ഉണ്ടാവണം, ഏത് പൊതുപ്രവർത്തന രംഗത്താണെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതൊരു മാനുഷികതയുടെ പ്രശ്നം കൂടിയാണ്. അതെ, അതുപോലെ ഈ പൊളിറ്റിക്സിലൊക്കെ ഇത്രയും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ടീച്ചർ തങ്ങൾ കൊണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് സ്റ്റുഡൻസിന്റെ അവിടെ എങ്ങനെയാണ്, സ്റ്റാർ ആണോ? അത് സ്വാഭാവികമായിട്ട് അവര് ഈ ഇൻസ്റ്റഗ്രാം കുട്ടികളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കും, അപ്പൊ ഈ പ്രൊഫൈലൊക്കെ നോക്കും, ഫോളോവേഴ്സിനെയൊക്കെ നോക്കും, അവർ നമ്മളിടുന്ന വീഡിയോ ഒക്കെ വരുമ്പോൾ നോക്കും. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് പറയും അവർക്ക് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനെ വളരെ കണിശക്കാരിയായിട്ടുള്ള ഒരു ടീച്ചർ അല്ലാത്തത് കൊണ്ട് അവരതൊക്കെ പറയും എൻ്റെ അടുത്ത്. അതെ, ഇപ്പോൾ LDF നോക്കുകയാണെങ്കിലും UDF നോക്കുകയാണെങ്കിലും പലരുടെയും പേര് പറയുമെങ്കിലും സ്ത്രീകളുടെ പേര് മുഖ്യമന്ത്രി ആയിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി എന്നുള്ളതല്ല, കീ പൊസിഷൻസിലേക്ക് വരുമ്പോൾ പലപ്പോഴും അതാണ് ഞാൻ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് ഒരാൾക്ക് കിട്ടണം അല്ലെങ്കിൽ ഇന്നയാൾക്ക് കിട്ടണം എന്നുള്ളതൊന്നുമല്ല, കുറെ കൂടെ കീ പൊസിഷൻസിലേക്ക് ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് സ്ത്രീകൾ വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിപ്പോൾ പാർലമെന്റിൽ ഉൾപ്പെടെ നിയമസഭയിൽ ഉൾപ്പെടെ
സ്ത്രീകൾ വരണം. ഞാൻ പറയണത് പഞ്ചായത്തിലേക്ക് വരുന്നതിന് ആർക്കും എതിർപ്പില്ല. പഞ്ചായത്തിൽ എന്താണ് പഞ്ചായത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുക എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പഞ്ചായത്തിലേക്ക് സ്ത്രീകൾ വരുന്നതിന് എല്ലാവരും വലിയ പ്രോത്സാഹനമാണ്. ഇപ്പോൾ ദ ഹയർ യു ഗോ ദ ഫ്യൂവർ യു സീ എന്നാണ് സ്ത്രീകളെ പറ്റി പറയാം. താഴെ അല്ലെങ്കിൽ ഏറ്റവും അധികാരത്തിൻ്റെ താഴെ ശ്രേണികളിൽ ധാരാളം സ്ത്രീകളുണ്ടാവും. മുകളിലേക്ക് കടക്കും തോറും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മനുഷ്യരെ കാണാൻ കഴിയൂ, സ്ത്രീകളെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ അത് മാറ്റം വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തേക്കും അതൊരു സാമൂഹ്യ നീതിയാണ്, സ്വാഭാവിക നീതിയാണ്. കാലം അതിനനുസരിച്ച് ഉരുളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ, ഇപ്പോൾ വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ ഓർ രമേശ് ചെന്നിത്തല, ഈ 3 പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ സാധ്യത കൂടുതൽ ഏത് വശത്തോട്ടായിരിക്കും? അല്ല, അത്തരത്തിലൊന്നും ഒരു രാഷ്ട്രീയ പ്രവചനമൊന്നും നടത്താൻ ഉള്ള കെൽപ്പുള്ള ഒരാളല്ല ഞാൻ. ഒന്നാമത് അതൊക്കെ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അങ്ങ് സംഭവിച്ചോളും. തെരഞ്ഞെടുപ്പ് കഴിയുകയും എന്തായാലും 2026 കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദി ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മിനിസ്റ്റർ തന്നെയാണ്. അതുപോലെ തന്നെ പവർഫുള്ളായിട്ടുള്ളൊരു മിനിസ്റ്റർ അല്ലെങ്കിൽ ആവാൻ യോഗ്യതയുള്ള ഒരാൾ കോൺഗ്രസിലില്ലെന്ന് പറയുന്ന പലരും ഉണ്ട്. ശരിക്കും അങ്ങനെ യോഗ്യതയുള്ള ഒരാളില്ലെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതിൽ എന്താണ് പവർ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അധികാരം നിങ്ങൾ ഉപയോഗിക്കേണ്ടതിന് ഇപ്പം മോദിയുടെ ചരിത്രം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ മോഡി സർക്കാരൊക്കെ വീണ്ടും വരുമ്പോൾ അന്ന് ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ വന്നു, ദ ഐഡിയ ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വലിയ മറവി ഉണ്ടായിരിക്കുന്നു. എന്തായിരുന്നു നരേന്ദ്രമോദി ഈ ഗോധ്ര കലാപത്തിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അത്തരം ചരിത്രങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങളുടെ അധികാരം നിങ്ങൾ എങ്ങനെയാണ് പ്രയോഗിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേം കടക്കുമ്പോഴും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തുന്ന എന്ത് പദ്ധതിയാണ് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ചെയ്തത് എന്നുള്ളത് എനിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അതൊരു കോൺഗ്രസിൻ്റെ അന്ധത കൊണ്ട് സംസാരിക്കുന്നൊന്നുമല്ല. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലെയോ അല്ലെങ്കിൽ വിവരാവകാശ നിയമം പോലെയോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ബാധിക്കുന്ന എന്ത് പദ്ധതിയാണ് BJPക്ക് രാജ്യത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്? നോട്ട് നിരോധനം പോലെ, GST നടപ്പിലാക്കൽ പോലെ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്നതല്ലാതെ മനുഷ്യർക്ക് കർഷക ബില്ല് കൊണ്ടുവന്നു, വലിയ സമരങ്ങൾ നടന്ന് പിൻവലിക്കപ്പെട്ടു. അപ്പോൾ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന എന്ത് ഈ നാട്ടിൽ വന്നു എന്നുള്ളത് എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല. ഒരു സാധാരണക്കാരൻ എന്ത് കിട്ടി? വിലക്കയറ്റവും പ്രയാസവും ദുരിതവും, ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ, പെട്രോളും ഡീസലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിലക്കയറ്റവും ഈ കുത്തനെയുള്ള വർധനവല്ലാതെ എന്താണ് ഈ നാട്ടിലെ മനുഷ്യന് കിട്ടിയത് എന്നുള്ളത് സാമാന്യ ജനത്തിന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇല്ലാത്ത സമയത്ത് ഇത്രയും നേരം നമുക്ക് ആ വാല്യുബിൾ ടൈം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.